എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. മഹാലക്ഷ്മി സീരിയൽ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ സാഗറാണെ വിഷുക്കോടിയൊക്കെ ആയിട്ട് അവിടെ എത്തി. മഞ്ജുവാണ് ഡോർ തുറന്നത്. അപ്പോഴത്തേനും മഹാലക്ഷ്മി വന്നു. അങ്ങനെ സാഗറാണെങ്കിൽ മഹാലക്ഷ്മിക്ക് അപ്പോഴത്തേനും കണ്ണനും വന്നു. അപ്പം മഹാലക്ഷ്മിക്ക് വിഷുക്കോടി കൊടുക്കുവാണ്. അപ്പം കണ്ണൻ പറയുന്നുണ്ട്, താൻ വാങ്ങിക്കടോ, സാഗറല്ലേ താൻ വാങ്ങിക്കാൻ പറയുന്നുണ്ട്. അപ്പം കണ്ണനും കൊടുക്കുന്നുണ്ട്, മഹാലക്ഷ്മിക്കും കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേനും മഞ്ജു അപ്പം ഇഷ്ടപ്പെടാതെ നിപ്പുണ്ട്. അപ്പം സാഗറിനോട് മഹാലക്ഷ്മി പറയുന്നുണ്ട്, വിരോധമൊന്നും ഇല്ലെങ്കിൽ നാളെ വാ, കൈനീട്ടം വാങ്ങിക്കാൻ കണ്ണേട്ടൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ നിന്നല്ല, തൻ്റെ കയ്യിൽ നിന്ന് തന്നെ കൈനീട്ടം വാങ്ങിക്കട്ടെ, താനല്ലേ പറഞ്ഞത്. അപ്പം നാളെ വാ, നമുക്ക് ഇവിടെ വിഷു ആഘോഷിക്കാം എന്നൊക്കെ പറഞ്ഞാൽ സാഗറിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ സാഗർ മനസ്സിൽ പറയുന്നുണ്ട്, ഞാൻ ആഗ്രഹിച്ച കാര്യം തന്നെ, എനിക്ക് അല്ലേലും മഹാലക്ഷ്മി കൈനീട്ടം തരണമെന്ന് ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്. അങ്ങനെ സാഗർ അങ്ങ് പോയി. അപ്പം മഞ്ജു ആക്കി പറയുവാണ്, ശരിക്കും കണ്ണേട്ടനൊന്നും അല്ല കൊണ്ടുവന്നത്, ഇവർക്കാണ് കൊണ്ടുവന്നത്, കൂടെ കണ്ണേട്ടനും കൂടെ അങ്ങ് തന്നേ ഉള്ളെന്ന് പറയുക. അപ്പം കണ്ണൻ വഴക്ക് പറയുന്നുണ്ട്, മഞ്ജു നിങ്ങളുടെ ഈ സ്വഭാവം മാറ്റണം, നീ ഇങ്ങനെ പോയാൽ മേഘൻ്റെ വീട്ടിൽ കയറിപ്പോയാലും മേഘൻ്റെ കയ്യിൽ നിന്ന് കിട്ടും, എന്നെക്കൂട്ട് അത്ര പാവമൊന്നുമില്ല, മേഘൻ നിനക്കിട്ട് കിട്ടും, അതുകൊണ്ട് മര്യാദയ്ക്ക് നീ നിൻ്റെ നാവ് അടക്കി വെച്ചോണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും കൂടെ അകത്തോട്ട് പോയിട്ട് അവർ പിന്നെ കണിയൊക്കെ ഒരുക്കുവാണ്. കണ്ണൻ്റെ വിഗ്രഹമൊക്കെ വെച്ച് കണി ഒരുക്കുവാണ്. ഈ സമയത്ത് കരുണയും മുത്തശ്ശിയും കൂടെ അവിടെ ഒരുക്കുവാണ് വിഷുക്കണിയുടെ. എന്നിട്ട് രണ്ടുപേരും കൂടെ മഹാലക്ഷ്മിയെ എങ്ങനെ നശിപ്പിക്കാമെന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കരുണ പറയുവാണ്, അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ഇതൊക്കെ അവളും അവളുടെ അമ്മയാണ് ചെയ്തുകൊണ്ടിരുന്നത്, എന്തായാലും മോക്ക് ഇപ്പോൾ പ്രാവശ്യം ചെയ്യുന്നുണ്ടല്ലോ, അപ്പം മോക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും കിട്ടുമെന്ന് പറയുക. അപ്പോൾ കരുണ പറയുവാണ്, മുത്തശ്ശി ആ വിഗ്രഹം എടുത്ത് മാറ്റണം, ആ വിഗ്രഹമാണ് അവളുടെ എല്ലാത്തിൻ്റെയും കാരണം. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അത് നടക്കത്തില്ല, നിങ്ങൾ കൊണ്ട് പുഴയിലിട്ടതല്ലേ. അപ്പോൾ കരുണ പറയുന്നു, പുഴയിലിട്ട് കൊമള വരെ വന്നു, പക്ഷേ അത് തിരിച്ചു വന്നു. അപ്പോൾ മുത്തശ്ശി പറയുവാണ്, അതിൻ്റെ ജീവനുള്ള വിഗ്രഹമാണ്, അത് ഇത്തിരി പാടാണ് മാറ്റാൻ, അതുകൊണ്ട് അത് നടക്കത്തില്ല, എന്നാലും നമുക്കൊരു പണി ഒപ്പിക്കാം. അപ്പോൾ പ്രതാപനാണെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് എന്തൊക്കെയോ. അപ്പോൾ പ്രതാപനോട് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി നീ എന്താണ് ഇത്ര ആലോചിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പം പ്രതാപൻ പറയുവാണ്, എങ്ങനെ ഒരു പണി കൊടുക്കണമെന്ന് ആലോചിക്കുക അമ്മേ, ഞാനും വാമേട്ടനും കൂടെ ഒരു പണി ഒപ്പിക്കുന്നുണ്ട്, എന്നിട്ട് ആ പണി എന്താണെന്ന് രഹസ്യമായിട്ട് പറയുവാണ് മഹാലക്ഷ്മി കരുണയോടും മുത്തശ്ശിയോടും. അപ്പോൾ അവരെല്ലാം കൂടെ ഇരുന്ന് ചിരിക്കുക. അപ്പോൾ പണിയെന്ന് വെച്ചാൽ മഹാലക്ഷ്മിക്ക് കുഞ്ഞുങ്ങളുണ്ടാകത്തില്ലെന്നല്ലേ, അപ്പോൾ കുട്ടികളെ വെച്ചിട്ടുള്ളൊരു പണിയാണ് കൊടുക്കുന്നത്, മഹാലക്ഷ്മിയുടെ മനസ്സ് വേദനിക്കാൻ. അങ്ങനെ മനസ്സ് വേദനിച്ച് കുഞ്ഞ് വേണമെന്നുള്ളൊരു ആഗ്രഹം മൂത്ത് മഹാലക്ഷ്മി വേറെ ആരുടെ കൂടെയെങ്കിലും പോകുമെന്നുള്ള രീതിയിലാണ് ഇവർ ചിന്തിക്കുന്നത്. അങ്ങനെ ഇവരവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. മഹാലക്ഷ്മി ആണെങ്കിൽ രാവിലെ ആണെങ്കിൽ മഹാലക്ഷ്മി എല്ലാം ഒരുക്കുന്നുണ്ട്. അപ്പോൾ ദുർഗ വന്ന് വഴക്ക് പറയുന്നുണ്ട്, ഇവിടെ ഞാനാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്, നീ എന്തിനാ ചെയ്തതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, കണ്ണേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തതെന്ന്. അപ്പോൾ കണ്ണൻ പറയുവാണ്, അതെ ഞാൻ പറഞ്ഞിട്ടാണ് ചെയ്തത്, മഹി ഇതെല്ലാം ഒരുക്കിയത്, ഈ വീട്ടിൽ ഇങ്ങനൊരു വിഷു നടന്നിട്ടുണ്ടോ, എൻ്റെ അമ്മ പോയപ്പോൾ ഇങ്ങനൊരു വിഷു പോലും ഇവിടെ ഇല്ലല്ലോ. അപ്പം ദുർഗ ചോദിക്കുവാണ്, ഞാൻ നിൻ്റെ അമ്മയല്ലേ, നീ ഇങ്ങനെയൊക്കെ എന്തിനാണ് പറയുന്നത്, ഒരിക്കലും നിങ്ങൾ എൻ്റെ രണ്ടാനമ്മയാണ്, നിങ്ങൾ ഒരിക്കലും എന്നെ മകനായിട്ട് കണ്ടിട്ടില്ല, നിങ്ങൾ എപ്പോഴും ആ പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറയുന്നുണ്ടോ, നിൻ്റെ അമ്മയും മഞ്ജുവും ഒക്കെ ഇപ്പോൾ പെങ്ങളും ഒക്കെ പുറത്തായല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് എൻ്റെ വീടാണ്, എൻ്റെ ഭാര്യയാണ് മഹാലക്ഷ്മി, അപ്പോൾ മഹാലക്ഷ്മി വേണം ഈ വീട്ടിൽ ഇനി വിഷുക്കണി ഒരുക്കാൻ വേണ്ടി, നിങ്ങൾക്ക് ആർക്കും അതിനുള്ള അർഹതയല്ല, കാരണം നിങ്ങളുടെ ഒന്നും സ്വഭാവം അത്ര ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് നല്ല ഫയറിങ് കൊടുക്കുന്നുണ്ട് മഞ്ജുവിനും ദുർഗയ്ക്കുമൊക്കെ. അങ്ങനെ രാവിലെ ഇവർ ഉറങ്ങുവാണ് മഹാലക്ഷ്മി കണ്ണനും. അപ്പം കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. അപ്പോൾ അത് ഉണരുന്നുണ്ട്. എന്നിട്ട് മഹാലക്ഷ്മി ആണെങ്കിൽ കണി കാണുന്നത് മഹാലക്ഷ്മിയുടെ താലിമാലയാണ്. എന്നിട്ട് അത് കണ്ടിട്ട് കണ്ണനെയും കണ്ണൊക്കെ അടപ്പിച്ച് താഴോട്ട് വന്നിട്ട് അവർ കണി കാണുന്നുണ്ട്. പുറകെ മഞ്ജുവും ദുർഗയും ഇറങ്ങി വരുന്നുണ്ട്. മഞ്ജുവിൻ്റെ കണ്ണൊക്കെ പോയി ദുർഗയും വരുന്നുണ്ട്. വരുമ്പോഴത്തേനും ഇവർ പറയുന്നുണ്ട്, ആരോ കോളിംഗ് ബെൽ അടിച്ചല്ലോ, അത് കേട്ടാ ഉണർന്നപ്പം കണി കണ്ടത് ഫാനെയാന്നൊക്കെ പറയുന്നുണ്ട് ദുർഗ. അങ്ങനെ ഇവർ കണിയൊക്കെ കണ്ടിട്ട് ആരാണ് കോളിംഗ് ബെൽ അടിച്ചതെന്ന് നോക്കാൻ വേണ്ടി മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്. അപ്പം മഹാലക്ഷ്മി ആണെങ്കിൽ ഡോറ് തുറക്കുവാണ്. അപ്പം നല്ലൊരു കണി ഒരുക്കി വെച്ചേക്കുവാണ്. അപ്പം നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് അവിടെ ഒരു ഉണ്ണിക്കണ്ണനും നിൽപ്പുണ്ട്, ഒരു കുട്ടി. അപ്പം മഹാലക്ഷ്മി ചെന്ന് ആ കുട്ടി ഇങ്ങനെ നോക്കും. അത് ശരിക്കും വേറെ ആരുടെ ഒരു കുട്ടിയാണ്. ആ കുട്ടി, അതായത് ആ കുട്ടിയെ വെച്ചിട്ട് അതിൻ്റെ കളികളും വെച്ചിട്ട് മഹാലക്ഷ്മി കൊതിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഇവർ ഈ പണി ചെയ്തത്. ഇത് പ്രതാപനും വാമദേവനും കൂടെ ചെയ്ത പണിയാണ്. അപ്പം നാളത്തെ എപ്പിസോഡിൽ കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നാളെ എന്തായാലും മഹാലക്ഷ്മി മനസ്സുകൊണ്ട് ഒരുപാട് വേദനിക്കുന്നുണ്ട് ഈ കുട്ടിയുടെ കാര്യത്തിൽ. അപ്പം അത് വേറെ ആരുടെ ഒരു കുട്ടിയാണ്, അവർ വന്ന് ആ കുട്ടിയെ പിന്നെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നൊക്കെയുണ്ട്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്